നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഇനിയും സിനിമ ചെയ്യും. എൻ്റെ സിനിമകളിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 5 മുതൽ 8% വരെ മറ്റു ചിലർക്കായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. അത് നൽകാനേ എനിക്ക് അവകാശമുള്ളൂ. കണക്കുകളൊക്കെ കൊടുക്കണ്ടേ? അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത്, പ്രധാനമായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും. അതിന് പിരിവുണ്ടാകില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, പിരിവുണ്ടാകും. അത് പക്ഷേ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ MBA കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട. അവിടെ സിനിമാ നടനായിട്ടേ വരൂ. അതിന് യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകൂ. അതിൽ നിന്ന് നയാ പൈസ ഞാൻ എടുക്കില്ല. അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കായി ഉപയോഗിക്കും. ഇനിയിപ്പോൾ ആക്രമണം വരാൻ പോകുന്നത് ആ രീതിയിലൊക്കെയാണ്. അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പിരിവെട്ടി നല്ല കപ്ലിംഗ് ഇട്ട് അടച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെയൊന്നും ഉപദേശം ആവശ്യമില്ല. കൃത്യമായി തന്നെ നിർവഹണം നടത്തിയിരിക്കും. അതിനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ്. പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കും മേലെ ചെയ്തിരിക്കും. ഇതാണ് 2 ദിവസത്തിനു മുമ്പ് സുരേഷ് ഗോപി, അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. പക്ഷേ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെ എന്തുകൊണ്ടാണ് മാപ്രകൾ എന്ന് വിളിക്കുന്നതിന് എന്ന് അവർ പലതവണയായിട്ട് തെളിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തിന് മുമ്പും അവർ തെളിയിച്ചു. ഉദ്ഘാടനങ്ങൾക്ക് പണം വാങ്ങും എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ തരത്തിലായിരുന്നു തമ്പും ഹെഡിങ്ങും ഒക്കെ പോയത്. ഒരുപക്ഷെ അത് അവരുടെ ഗതികേട് കൊണ്ടായിരിക്കാം. ഇത്തരമൊരു ഹെഡിങ്ങും തമ്പുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ആ ലിങ്കിനകത്ത് കയറി അത് വായിക്കുകയോ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ചില ട്രിക്കൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കടന്നു കഴിയുമ്പോഴെങ്കിലും സത്യം പറയണ്ടേ? അത് ഇവിടുത്തെ പല മാധ്യമങ്ങളും ചെയ്തില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പൊതുപരിപാടികൾക്ക് പോകുമ്പോൾ MP എന്ന തരത്തിലോ മന്ത്രി എന്ന തരത്തിലോ പോകുമ്പോൾ ഇന്ത്യയിലെ ഒരു ജനപ്രതിനിധിയും 5 പൈസ വാങ്ങാറില്ല. അങ്ങനെ വാങ്ങാൻ ചട്ടവുമില്ല, വാങ്ങാൻ പാടില്ല, വാങ്ങുക സാധ്യവുമല്ല. എന്നാൽ ക്രയവിക്രയം നടക്കുന്ന, പണത്തിൻ്റെ ക്രയവിക്രയം നടക്കുന്ന, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ ഒരു കടയ്ക്കോ ഒരു വ്യവസായ സ്ഥാപനത്തിനോ അവർക്ക് പണപരമായി ഗുണമുണ്ടാവുന്ന കാര്യമാണെങ്കിൽ അതിന് പണം വാങ്ങിയിരിക്കണം. കാരണം നമുക്കറിയാം, ഇവിടെ 1-2 സിനിമയിൽ അഭിനയിച്ചിട്ട് ഉദ്ഘാടനം മാത്രം ചെയ്ത് ജീവിക്കുന്ന നടീനടന്മാരുള്ള നാടാണ്. ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ, ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ, അതുപോലെ മറ്റേതെങ്കിലും വ്യവസായ സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഞാൻ MP ആയിട്ടല്ല പോകുന്നത്, ഞാൻ നടനായിട്ടാണ് പോകുന്നത്. ആ തരത്തിൽ എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന പോലുള്ള പണം ഞാൻ വാങ്ങും. പക്ഷേ അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും ഞാൻ എടുക്കില്ല. അത് ജനങ്ങൾക്കായി ഉപയോഗിക്കും എന്ന് ആ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം മുക്കിയിട്ട് ഉദ്ഘാടനത്തിന് ഞാൻ പണം വാങ്ങും എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് മാത്രമായി പലരുടെയും തലവാചകം അഥവാ അവർ തമ്പിൽ കൊടുത്തിരുന്നത്. ഇതാണ് ശരിക്കും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു മാധ്യമ പ്രവണത. നിങ്ങളൊരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു സുരേഷ് ഗോപിയുണ്ട്. അന്ന് സുരേഷ് ഗോപി വെറും കേവലം സിനിമാ നടൻ മാത്രമായിരുന്നു. ഇന്ന് ആ വ്യക്തിയല്ല എന്ന് ഓർക്കുക. ഇന്ന് ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് MP ആക്കി ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് വാർത്ത ചമയ്ക്കലല്ല നിങ്ങളുടെ പണി. ആ മനുഷ്യൻ ഒരു പാവമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിക്കളിക്കാൻ പറ്റുന്നത് എന്ന് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനെങ്കിലും മാനിക്കുക. അദ്ദേഹത്തിനെ നമുക്കറിയാം, കേരളത്തിലെ 3 സൂപ്പർ സ്റ്റാറുകളിൽ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് അദ്ദേഹം. ഇന്നും അദ്ദേഹത്തിന് സിനിമകളുണ്ട്, സിനിമകൾക്ക് മൂല്യവുമുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ മമ്മൂട്ടിയെ പോലെയോ മോഹൻലാലിനെ പോലെയോ അത്ര ഭീമമായിട്ടുള്ള പ്രതിഫലം വാങ്ങാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു നടൻ തന്നെയാണ് ഇന്നും അദ്ദേഹം. ഇന്ന് അദ്ദേഹം MP ആണ്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ അപ്പോഴും ഈ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് സിനിമകൾ അഭിനയിച്ചേ പറ്റൂ 2 വർഷത്തേക്കെങ്കിലും, അല്ലാതെ പറ്റില്ല എന്ന്. അപ്പോൾ സിനിമാ നടനായിട്ട് ഞാനൊരു കടയുടെ ഉദ്ഘാടനത്തിന് പോകും, ഞാനൊരു ജുവലറിയുടെ അല്ലെങ്കിൽ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ സർക്കാരിൻ്റെ ഒരു പാലം ഉദ്ഘാടനം ചെയ്യുമ്പോഴോ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോഴോ പോകുമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. പണത്തിൻ്റെ ക്രയവിക്രയം നടക്കുന്ന, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ ആ കടയ്ക്ക്, ആ സംരംഭത്തിന് നേട്ടമുണ്ടാവുന്ന പരിപാടിയാണെങ്കിൽ അതിന് ഞാൻ പോകും, പണം വാങ്ങും എന്നാണ് പറയുന്നത്. അതെല്ലാവരും വാങ്ങാറുണ്ട്. ആ മേഖലയിലുള്ള എല്ലാവരും വാങ്ങാറുണ്ട്. ആത്യന്തികമായി സുരേഷ് ഗോപി എന്ന വ്യക്തി നടനാണ്. നാളെ അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി എന്ന സ്ഥാനത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാലും അദ്ദേഹം വീണ്ടും ചെല്ലേണ്ട സ്ഥലം ഈ സിനിമ തന്നെയാണ്. അദ്ദേഹം കലാകാരനാണ്, സിനിമാ നടനാണ്. ആ അർത്ഥത്തിൽ പറഞ്ഞതിനെ പോലും വളച്ചൊടിച്ച് തങ്ങൾക്ക് വ്യൂസ് കിട്ടാനും തങ്ങൾക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് പല മാധ്യമങ്ങളും അത് ഈ തരത്തിലാണ് വാർത്ത കൊടുത്തത്. ഉദ്ഘാടനത്തിന് പോകുന്ന ഞാൻ പണം വാങ്ങും എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പക്ഷേ അതായിക്കോട്ടെ,
ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അത്തരം ക്യാപ്ഷൻ നിങ്ങൾ കൊടുത്തോളൂ. പക്ഷേ അതിന് അകത്ത് കയറുമ്പോഴെങ്കിലും നിങ്ങൾ അവിടെ സത്യം പറയാൻ തയ്യാറായില്ല. അതൊരു ചർച്ചയായി വന്നപ്പോൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകരടക്കം സുരേഷ് ഗോപിയുടെ പക്ഷമാണ് ചേർന്നത്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ വാങ്ങാൻ നിയമപരമായിട്ട് അതിന് വിലക്കൊന്നുമില്ല, അദ്ദേഹത്തിന് വാങ്ങാം, കലാകാരൻ എന്ന തരത്തിൽ വാങ്ങാം. നമുക്കറിയാം സർക്കാരിൻ്റെ വകയിൽ പണിത ഒരു പാലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനമോ ഒന്നും ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് പ്രധാനമന്ത്രിയാണെങ്കിൽ കൂടിയും അവരൊന്നും പണം വാങ്ങിയിട്ടല്ല വരുന്നത് എന്നറിയാം. അതിനൊന്നും പണം വാങ്ങാനും കൊടുക്കാനും ഇവിടെ നിയമമില്ല. അപ്പോൾ നമുക്കെല്ലാം വ്യക്തമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് വ്യക്തമാണ്. എന്നിട്ടും പറഞ്ഞത് സുരേഷ് ഗോപിയാണ്. അതിൽ തങ്ങൾക്ക് തങ്ങളുടെ സ്ഥാപനത്തിന് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കിക്കൊണ്ടേ എന്ന് വെച്ചിട്ടാണ് ഇവർ ഇത്തരം ക്യാപ്ഷനും ഇത്തരം തമ്പനയിലും ഒക്കെ കൊടുക്കുന്നത്. ആയിക്കോട്ടെ, കൊടുത്തോളൂ. പക്ഷേ ആ ന്യൂസ് വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി കയറുന്ന ആളുകൾ അതിനകത്ത് കടക്കുമ്പോഴെങ്കിലും നിങ്ങൾ ആ സത്യം പറയാൻ മടിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മാധ്യമങ്ങൾക്കും അത് ബാധകമാണ്. ഈ നിയന്ത്രണ രേഖ എന്നത് ആർക്കും എവിടെയും കടന്നു ചെല്ലാൻ പറ്റുന്നതല്ല എന്നോർക്കുക. സുരേഷ് ഗോപി എന്ന വ്യക്തി ഇന്നൊരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ഈ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഓർത്താൽ നന്നായിരിക്കുമെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാറുള്ളൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.